മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ നടിയാണ് നവ്യ നായർ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെയാണ് നവ്യ നായർ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിക്കയറിയത്. പിന്നീട് ഇങ്ങോട്ട് നവ്യ നായർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അത്രമാത്രം നായിക വേഷങ്ങളാണ് താരം ചെയ്തത്. പിന്നീട് വിവാഹത്തോടുകൂടി സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും ഏറെക്കാലത്തിന് ശേഷം വീണ്ടും അവർ തിരിച്ചെത്തി ഒരുത്തി എന്ന സിനിമയിലൂടെ. ഇപ്പോൾ നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നത് അവരുടെ വസ്ത്രധാരണത്തിലൂടെയാണ്. പൊതുവെ മലയാളികൾക്ക് ഒരു ശീലമുണ്ട്. മലയാളിയായ ഒരു നായിക അല്പം ഗ്ലാമറസായി വസ്ത്രം ധരിച്ചാൽ സദാചാരം പഠിപ്പിക്കുക എന്നത് മലയാളി ആങ്ങളമാരുടെ ഒരു ശീലമാണ്. ഇപ്പോൾ നവ്യ നായർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് അവർ പറയുന്നത് ഈ വസ്ത്രം ചേച്ചിക്ക് ചേരില്ല എന്നാണ്. നവ്യ നായർ പങ്കുവച്ച ഒരു വീഡിയോയ്ക്ക് നേരെയാണ് ഇപ്പോൾ വ്യാപകമായ വിമർശനം വന്നിരിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചാണ് നവ്യക്കെതിരെ വിമർശനങ്ങൾ അഴിച്ചുവിടുന്നത്. ഈ വസ്ത്രം ഒരു കാരണവശാലും നിങ്ങൾക്ക് ചേരില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം നവ്യ നായരെക്കുറിച്ചും കാവ്യ മാധവനെക്കുറിച്ചുമൊക്കെ മലയാളികളുടെ പൊതുവായ ഒരു കാഴ്ചപ്പാട് ഒരു നാടൻ പെൺകുട്ടിയുടെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് അവർക്കുള്ളത്. നവ്യയുടെ രണ്ടാം വരവിന് ശേഷമാണ് താരത്തിൻ്റെ വസ്ത്രധാരണത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുൻകാലങ്ങളിൽ താരം സാധാരണ രീതിയിലുള്ള വസ്ത്രം, പൊതുവിൽ മലയാളികൾക്ക് യോജിച്ച രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെങ്കിൽ അവരുടെ രണ്ടാം വരവിന് ശേഷം നവ്യ നായർ കുറച്ച് ഗ്ലാമറസ് ആയിട്ടൊക്കെയുള്ള വസ്ത്രധാരണത്തിലൂടെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സിനിമയിലേക്കാൾ ഉപരിയായിട്ട് ഫോട്ടോഷൂട്ടുകളിലും വീഡിയോകളിലും റീൽസുകളിലുമൊക്കെയാണ് നവ്യ നായർ അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനവധി ആരാധകർ നവ്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും പറയുന്നത്, കൂടുതൽ പേരും പറയുന്നത് ചേച്ചിയെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരം വസ്ത്രധാരണങ്ങൾ ചേരില്ല, എപ്പോഴും ഞങ്ങൾക്ക് മാതൃകയാകേണ്ടതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ചിലർ പറയുന്നത് ചേച്ചിയുടെ വസ്ത്രധാരണത്തിൽ ഒരു വ്യക്തിയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. നവ്യ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നവ്യ തന്നെയാണ്. എന്നാൽ പിന്നെ എൻ്റെ അഭിപ്രായം എന്ന നിലയ്ക്കാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ രംഗത്ത് വന്നിരിക്കുന്നത് ഒരാളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മറ്റു ചിലർ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരാളുടെ വസ്ത്രധാരണത്തിൽ ഇടപെടാനുള്ള ആവശ്യം മറ്റുള്ളവർക്കില്ല എന്നുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്.